അല്ല, KPCC ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ അവരോടൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ മൂല്യങ്ങൾ ചോർന്നു പോകുന്നതിനെതിരായിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. എന്നെ പാർട്ടിയിൽ നിന്ന് CPM നിന്ന് പുറത്താക്കിയിട്ട് 10 വർഷത്തിന് ഏറെയായി. ഞാനൊരു 4 അപ്പീൽ കൊടുത്തിരുന്നു. 3 അപ്പീൽ സംസ്ഥാന ലീഡർഷിപ്പിനും കൊടുത്തു, 1 അപ്പീൽ ജില്ലാ ലീഡർഷിപ്പിനും കൊടുത്തു. പക്ഷേ ഇതുവരെ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല. മാത്രമല്ല, എന്നെ പാർട്ടിയിൽ നിന്ന് എന്തിനാണ് പുറത്താക്കിയത് എന്നതിനെ സംബന്ധിച്ച് എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുകയാണ്. അല്ല, നിങ്ങൾ നേരത്തെ ചോദിച്ചത് KPCC ലീഡേഴ്സ് സംസാരിച്ചിരുന്നു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഞാൻ അവരോടൊന്നും ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. തൽക്കാലം ഞാൻ ഇപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയെ തുടരാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇല്ലേ, 10 വർഷത്തിലേറെ ആയല്ലോ, എനിക്കൊരു മറുപടി പോലും CPM ലീഡർഷിപ്പിന് തന്നിട്ടില്ല. മാത്രമല്ല, ഞാനൊരു അനുഭാവിയായി തുടരുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങൾ ചോർന്നു പോകുന്നതിൽ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ വ്യാകുലപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. അല്ല, പാർട്ടി ഇവിടെ ഉണ്ടാവണം, പാർട്ടി ഇന്ത്യയിലുണ്ടാവണം, കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പാർട്ടിയെ സ്നേഹിക്കുന്ന അനുഭാവികളുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. അല്ല, മലമ്പുഴ VS-ന് മുമ്പ് ശിവദാസ മേനോൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ PA ആയിരുന്നു. 96-ലെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു. മലമ്പുഴ എൻ്റെ നാടാണ്, അതൊരു തർക്കമൊന്നുമില്ല. പക്ഷേ അത്തരം തെരഞ്ഞെടുപ്പിലെ ചർച്ചകളെക്കുറിച്ച് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. അല്ല, ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. ചർച്ച ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്, അത് ഞാൻ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഞാനൊരു മറുപടി പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ സൗഹൃദം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് KPCC നേതൃത്വം ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിച്ചത്, അല്ലേ? തീർച്ചയായും രാഷ്ട്രീയ സൗഹൃദം എനിക്ക് എല്ലാ പാർട്ടിക്കാർ നേതാക്കളായിട്ടുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട്. ആ സൗഹൃദത്തിൻ്റെ പേരിൽ തന്നെയാണ് അവരെന്നോട് സംസാരിച്ചതും അവരെന്നോട് ആവശ്യപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അത് ഇപ്പം ഞാൻ തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോഴും ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായി തുടരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പാർട്ടി ഈ പറഞ്ഞ പോലെ 10 കൊല്ലത്തെ ഒരു അച്ചടക്ക നടപടി അത് പുനഃപരിശോധിക്കില്ല, താങ്കൾ അപ്പീൽ കൊടുത്തു. പാർട്ടി ഏതെങ്കിലും തരത്തിൽ പുനഃപരിശോധിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നു? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടി നേതാക്കളായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. വിഭാഗീയതയുടെ പേരിലാണ് എന്നെ പുറത്താക്കിയത്. ആ പുറത്താക്കപ്പെട്ടത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. 10 വർഷമായിട്ട് ഇതുവരെ യാതൊരു നടപടിയും, അതായത് അതിലൊരു മറുപടിയും തരാത്ത സാഹചര്യത്തിൽ ഇനി അതിൽ ഇപ്പോൾ കോൺഗ്രസ്